PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് എക്സാമുകൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ബാങ്ക്സ് വിത്തൗട്ട് ബ്രാഞ്ചസ് ഈസ് കോൾഡ്. ബാങ്ക്സ് വിത്തൗട്ട് ബ്രാഞ്ചസ് ഈസ് കോൾഡ്. ഉത്തരം യൂണിറ്റ് ബാങ്ക്സ്. യൂണിറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. മറ്റ് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ആയത് USA യൂണിറ്റ് ബാങ്കിങ്ങിനെയാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദ ലെൻഡർ അറ്റ് ദ ലാസ്റ്റ് റിസോർട്ട്. ദ ലെൻഡർ അറ്റ് ദി ലാസ്റ്റ് റിസോർട്ട്. ഉത്തരം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിനെയാണ് ലെൻഡർ അറ്റ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ബാങ്ക്, കിങ് ഓഫ് ഇന്ത്യൻ ബാങ്ക്സ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ഗാർഡിയൻ ഓഫ് മണി മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1 1949 ജനുവരി 1 റിസർവ് ബാങ്ക് നാഷണലൈസ് ചെയ്തത്. റിസർവ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത്, വെൻ എ ചെക്ക് സർട്ടിഫൈസ് ദാറ്റ് എ സെർട്ടൻ ചെക്ക് ഈസ് വാലിഡ് ബൈ റൈറ്റിംഗ് അപ്രൂവ്ഡ്, ദ ചെക്ക് ഈസ് സെഡ് ടു ബി. വെൻ എ ബാങ്ക് സർട്ടിഫൈസ് ദാറ്റ് എ സെർട്ടൻ ചെക്ക് ഈസ് വാലിഡ് ബൈ റൈറ്റിംഗ് അപ്രൂവ്ഡ്, ദ ചെക്ക് ഈസ് സെഡ് ടു ബി. ഉത്തരം മാർക്ക്ഡ്. മാർക്ക്ഡ് ചെക്ക് അല്ലെങ്കിൽ മാർക്കിംഗ് ഓഫ് ചെക്ക് എന്ന് വെച്ചാൽ ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് ബാങ്ക് സർട്ടിഫൈ ചെയ്യുന്നതാണ്. മാർക്കിംഗ് ഓഫ് ചെക്ക് മീൻസ് സർട്ടിഫൈങ് എ ചെക്ക് ഗുഡ് ഫോർ പേയ്മെൻറ്റ്. അടുത്തത്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്ലെയിംഡ് ഫോർ ഡാഷ് ചെക്ക്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ക്ലെയിംഡ് ഫോർ ഡാഷ് ചെക്ക്. ഉത്തരം ക്രോസ്ഡ് ചെക്ക്. ക്രോസ് ചെയ്ത ചെക്കിന് മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ. ക്രോസിംഗ് 2 തരത്തിലുണ്ട്, ജനറൽ ക്രോസിങ്ങും സ്പെഷ്യൽ ക്രോസിങ്ങും. ബാങ്കിൻ്റെ പേര് ക്രോസ് ചെയ്തിട്ട് ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. ജസ്റ്റ് 2 ലൈൻ മാത്രം അല്ലെങ്കിൽ ആ ലൈനിൻ്റെ ഉള്ളിൽ ആൻഡ് കമ്പനി, അക്കൗണ്ട് പേ, നോട്ട് നെഗോഷ്യബിൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ക്രോസിംഗ് ആണ്. ഈ ലൈനിൻ്റെ ഉള്ളിൽ ബാങ്കിൻ്റെ പേര് അല്ലെങ്കിൽ ലൈൻ ഇല്ലാതെ ബാങ്കിൻ്റെ പേര് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഒരു ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഡ്രോവർക്ക്, ഹോൾഡർക്ക്, കളക്റ്റിംഗ് ബാങ്കർക്ക്, ഇങ്ങനെ 3 പാർട്ടീസിന് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയും. ക്രോസ് ചെയ്ത ചെക്കിൻ്റെ പ്രത്യേകത എന്താണ്? ക്യാഷ് ഡയറക്റ്റായിട്ട് ഒരാളുടെ കയ്യിൽ കിട്ടുകയില്ല, അക്കൗണ്ട് ത്രൂ മാത്രമേ കിട്ടൂ. ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൻ ടു ദ പേയിങ് ബാങ്കർ ടു പേ ദ എമൗണ്ട് ഓഫ് ചെക്ക് ത്രൂ എ ബാങ്കർ ഓൺലി ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദ പേഴ്സൺ പ്രസൻറ്റിംഗ് ഇറ്റ് അറ്റ് ദ കൗണ്ടർ. അടുത്ത ചോദ്യം, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇൻ ദ ഇയർ. New Bank of India merged with Punjab National Bank in the year. ഉത്തരം 1993. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്ത വർഷം 1993. RBI Act as a bank to government as per section dash of RBI Act. RBI Act as a bank to government as per section dash of RBI Act. ഉത്തരം സെക്ഷൻ 20. RBI ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരമാണ് RBI ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. KYC norms were made compulsory by the RBI in. KYC norms were made compulsory by the RBI in. ഉത്തരം ഏപ്രിൽ 2010. Know your customer KYC norms കമ്പൽസറി ആക്കിയത് 2010 ഏപ്രിലാണ്. Increase in CRR will dash the credit creating capacity of the bank. Increase in CRR will dash the credit creating capacity of the bank. ഉത്തരം ഡിക്രീസ്. അതായത് CRR ഇൻക്രീസ് ചെയ്താൽ ബാങ്കിൻ്റെ ലോണ് കൊടുക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും? കുറയും. കാരണം കൂടുതൽ ക്യാഷ് RBIയുടെ അടുത്ത് റിസർവായിട്ട് വെക്കേണ്ടതുണ്ട്. CRR കൂടിയാൽ ക്രെഡിറ്റ് ക്രിയേറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ലോൺ കൊടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. ഇപ്പോഴത്തെ CRR റേറ്റ് എത്രയാണ്? 4.5%. 4.5% ആണ് ഇപ്പോൾ CRR.
അടുത്ത ചോദ്യം, ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് RBI വാസ്. ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് RBI വാസ്. ഉത്തരം 5 crores. 5 കോടി രൂപയാണ് RBIയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 5 കോടി രൂപയുമായി ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് RBI ഫോം ചെയ്തത്. 1948 ഡിസംബർ 31 വരെ RBI ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിരുന്നു. 1949 ജനുവരിയിലാണ് RBI സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയായി പ്രഖ്യാപിച്ചത്. 1949 ജനുവരി 1 RBI നാഷണലൈസ് ചെയ്തത്. അപ്പോൾ RBIയുടെ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ 5 കോടി രൂപയാണ്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI. ഉത്തരം CD ദേശ്മുഖ്. RBIയുടെ ആദ്യത്തെ ഗവർണറായിരുന്നു ഓസ്ബോൺ സ്മിത്ത്. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്നത് ബെനഗൽ രാമറാവു ആണ്. 4ാമത്തെ RBI ഗവർണറാണ്. RBIയുടെ 2ാമത്തെ ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് RBIയുടെ ഗവർണറായിരുന്നു CD ദേശ്മുഖ്. ഫസ്റ്റ് വുമൺ RBI ഡെപ്യൂട്ടി ഗവർണറാണ് KJ ഉദേശി. ഫസ്റ്റ് വുമൺ RBI ഡെപ്യൂട്ടി ഗവർണർ KJ ഉദേശി. അടുത്ത ചോദ്യം, ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഉത്തരം IDBI. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ് IDBIയുടെ പൂർണ്ണരൂപം. IDBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. IDBI എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1964 IDBI ആക്ട് അനുസരിച്ചാണ്. IDBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 ജൂലൈ 1 IDBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കംസ് ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് കംസ് ആസ് എ ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ. ഉത്തരം 1966. 1966 ജൂലൈ 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് മാറുന്നത്. 1966 മാർച്ച് 1 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ അണ്ടറിൽ വന്നു. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആവുന്നത് 1966 ജൂലൈ 1. 1972 ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് RBIയുടെ അടുത്ത് നിന്ന് ലൈസൻസ് കിട്ടുന്നത്, ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത് 1972. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ഉത്തരം RBI. ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് RBI ആണ്. ശ്രദ്ധിക്കണം, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് 1995. ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്ന വർഷം 1995. മാഗസിൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്. മാഗസിൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ്. ഉത്തരം വിനിമയ. വിനിമയ എന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റിൻ്റെ മാഗസിനാണ്. ഗ്രാമീയ എന്നത് നബാർഡിൻ്റെ പബ്ലിക്കേഷനാണ്. കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് എന്നത് RBIയുടെ പബ്ലിക്കേഷനാണ്. ഡാഷ് ബാങ്ക് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഡാഷ് ബാങ്ക് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഉത്തരം എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് എന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സിം ബാങ്ക് നിലവിൽ വന്നത് 1982 ജനുവരി 1 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ക്രോസിംഗ് കണ്ടെയ്ൻ എ ബാങ്ക് നെയിം. വിച്ച് ടൈപ്പ് ഓഫ് ക്രോസിംഗ് കണ്ടെയ്ൻ എ ബാങ്ക് നെയിം. ഉത്തരം സ്പെഷ്യൽ ക്രോസിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബാങ്കിൻ്റെ പേരുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആണ്. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഡാഷ് ഡെപ്പോസിറ്റ്സ്. നോ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺ ഡാഷ് ഡെപ്പോസിറ്റ്സ്. ഉത്തരം കറൻറ്റ് ഡെപ്പോസിറ്റ്സ്. കറൻറ്റ് ഡെപ്പോസിറ്റ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് കറൻറ്റ് ഡെപ്പോസിറ്റിലാണ്. യൂഷ്വലി ട്രേഡേഴ്സാണ് കറൻറ്റ് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 വാസ്. നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969 വാസ്. ഉത്തരം 14. നമ്മൾ 2 ബാങ്ക് നാഷണലൈസേഷൻ പഠിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടന്നത് 1969 50 കോടിക്ക് മുകളിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് വരുന്ന 14 ബാങ്കുകളെയാണ് 1969 നാഷണലൈസ് ചെയ്തത്. രണ്ടാമത്തെ ബാങ്ക് നാഷണലൈസേഷൻ വരുന്നത് 1980 200 കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റ് വരുന്ന 6 ബാങ്കുകളെയാണ് 1980 ഏപ്രിലിൽ നാഷണലൈസ് ചെയ്തത്. അപ്പം 1969 എത്ര ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്? 14 ബാങ്കുകളെയാണ്. ഫൈഡ്യൂഷ്യറി സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു. ഫൈഡ്യൂഷ്യറി സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു. ഉത്തരം നോട്ട് ഇഷ്യൂ. നോട്ട് ഇഷ്യൂ ചെയ്യുന്ന 4 സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് ഫൈഡ്യൂഷ്യറി സിസ്റ്റം, മാക്സിമം ഫൈഡ്യൂഷ്യറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം, മിനിമം റിസർവ് സിസ്റ്റം. ഫൈഡ്യൂഷ്യറി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗോൾഡ് എന്നാണ് അർത്ഥം. ഫൈഡ്യൂഷ്യറി സിസ്റ്റം എന്തുമായി റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഉത്തരം നോട്ട് ഇഷ്യൂ. ദ ചെയർമാൻ ഓഫ് നബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ദ ചെയർമാൻ ഓഫ് നബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ഉത്തരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ് ആണ് നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു രാമകൃഷ്ണയ്യ. നബാർഡ് ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. നബാർഡ് നിലവിൽ വന്നത് 1982 ജൂലൈ 12 ക്രാഫിക് കാർഡിൻ്റെ റെക്കമെൻഡേഷനിലാണ് നബാർഡ് നിലവിൽ വരുന്നത്. ക്രാഫിക് കാർഡിൻ്റെ ചെയർമാനായിരുന്നു ബി ശിവരാമൻ. ദ പേയ്മെൻറ്റ് ഓഫ് എ പ്രൊമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ. ദ പേയ്മെൻറ്റ് ഓഫ് എ പ്രൊമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ. ഉത്തരം മേക്കർ. മേക്കറാണ് പ്രൊമിസറി നോട്ടിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ക്യാഷ് തരാം എന്ന് പറയുന്ന ഒരു പ്രോമിസാണ് പ്രൊമിസറി നോട്ട്. അപ്പോൾ ക്യാഷ് കൊടുക്കേണ്ടത് മേക്കറാണ്. പ്രൊമിസറി നോട്ട് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 4 ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഉത്തരം സെക്ഷൻ 5. സെക്ഷൻ 5 ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The maker of a bill of exchange is called. The maker of a bill of exchange is called. ഉത്തരം ഡ്രോയർ. ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 4 പ്രൊമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മേക്കറെ ഡ്രോയർ എന്നാണ് പറയുന്നത്. അടുത്തത് ജനറൽ ക്രോസിംഗ് ഈസ് ഡീൽസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ജനറൽ ക്രോസിംഗ് ഈസ് ഡീൽസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. ഉത്തരം സെക്ഷൻ 123. ജനറൽ ക്രോസിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 123 സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിൽ സെക്ഷൻ 124. 125 ആർക്കൊക്കെയാണ് ചെക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നത്? ഹൂ ക്യാൻ ക്രോസ് എ ചെക്ക്, അതാണ് 125 പറയുന്നത്. അപ്പം ജനറൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 123. ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ദ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം SBI. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കൊമേഴ്സ്യൽ ബാങ്കാണ് SBI. SBI നിലവിൽ വന്ന വർഷം 1955 ജൂലൈ 1 SBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുകൾക്ക് വേണ്ടി ബാങ്കിങ്ങിൽ നിന്നുള്ള 25 ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.